അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹല്ലിയിൽ നമ്മൾ ഇതുവരെ ലമാന്, കഫാലത്തുൽ ബദന് എന്നിവയെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. ഇനി അടുത്തതായിട്ട് ഇവ രണ്ടിലും സൂക്ഷിക്കേണ്ട അല്പം ചില മസ്അലകളാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇവ രണ്ടിനും ഉപയോഗിക്കേണ്ട സീഗകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്ലുൻ യുഷ്തറത്തു ഫിൽ ലമാനി വൽ കഫാലത്തി, ലമാനിലും കഫാലത്തിലും ഷർത്താണ്. ലഫ്ലുൻ യുഷ്ഇറു ബിൽ ഇൽത്തിസാമി, നിർബന്ധമായിട്ടും ഏറ്റെടുക്കുന്നു എന്നുള്ള അർത്ഥം തോന്നിപ്പിക്കുന്ന പദം ഉപയോഗിക്കൽ നിർബന്ധമാണ്, ഷർത്താണ് എന്നർത്ഥം. ഇനി അത്തരത്തിലുള്ള പദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കല്ലമിൻതു ദൈനക അലൈഹി ഐ ഫുലാനിൻ, ഇന്നാലിന്ന വ്യക്തി നിലക്ക് നൽകാനുള്ള ദൈന് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് പോലെ. ഔ തഹമ്മൽതുഹു ഔ തഖല്ലത്തുഹു ഔ തകഫൽതു ബി ബദനിഹി, ഓക്കെ, എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഔ അനബിൽ മാലിൽ മഅഹൂദി ഔ ബി ഇഹ്ലാരി ഷഖ്സിൽ മഅഹൂദി, ഇന്നാലിന്ന ഒരു സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന ആളെ ഹാളിറാക്കൽ കൊണ്ട് ഞാൻ ലോമിനുൻ ഔ കഫീലുൻ ഔ സഈമുൻ ഔ ഹമീലുൻ എന്നിത്യാദി പദങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വകുല്ലുഹാ സ്വറാഇഹു, ഇപ്പറഞ്ഞ എല്ലാവിധ പദങ്ങളും ലമാനിൻ്റെ വിഷയത്തിൽ, കഫാലത്തിൻ്റെ വിഷയത്തിൽ സ്വരീഹായിട്ടുള്ള പദമായിട്ടാണ് ശരീഅത്ത് പരിഗണിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഇൽത്തിസാമിൻ്റെ മേൽ അറിയിക്കാതെ വലോ കാല ഉഅദ്ദിൽ മാല ഔ ഉഹ്ലിറു ഷഖ്സ, ഓക്കെ, ഞാൻ ഈ കാശ് നൽകാം അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ ഞാൻ ഹാളിറാക്കിക്കോളാം എന്ന് മാത്രം ഒരാൾ പറയുകയാണെങ്കിൽ ഫഹുവ വഅദുൻ, അതിനെ നമ്മൾ ഒരു വഅദായിട്ട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ലൽത്തിസാമുൻ, അതൊരിക്കലും ലമാന് കഫാലത്ത് നിർബന്ധമാകുന്ന തരത്തിലുള്ള ഇൽത്തിസാം ആകുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ ലമാനിനെയും കഫാലത്തിനെയും ഏറ്റെടുക്കുന്നത് മറ്റൊരു ഷർത്തുമായിട്ട് തഅലീഖ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, വൽ അസഹു, അസഹായിട്ടുള്ള അഭിപ്രായം അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലാ യജൂസ് തഅലീഖുഹുമാ ബിശർത്തിൻ, ഒരു ഷർത്തിനോട് ഈ രണ്ട് കാര്യത്തെയും തഅലീഖ് നടത്തൽ ജായിസല്ല എന്നുള്ളതാണ്. നഹു ഇദാ ജാഅ റഅസു ശഹരി ഫഖദ ലമിൻതു ഔ കഫൽതു, ഓക്കെ, ഇന്നാലിന്ന മാസം തുടങ്ങിയാൽ ഞാൻ നിൻ്റെ മാലിന് ലോമിനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നാലിന്ന വ്യക്തിയുടെ ബദനിൻ്റെ കഫീലാണ് എന്ന് പറയാൻ പാടില്ല. കാരണം ഇപ്പോൾ തന്നെ കഫീലായാൽ മാത്രമേ, ലോമിനായാൽ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നർത്ഥം. എന്നുള്ളതുപോലെ വലാ തൗഖീത്തുൽ കഫാലത്തി, കഫാലത്തിന് സമയപരിധി വെക്കുന്നതും പാടില്ല എന്ന് പറഞ്ഞാൽ നഹ്വു അന കഫീലുൻ ബി സെയ്ദിൻ ഇലാ ഷഹരിൻ, ഓക്കെ, ഒരു മാസത്തേക്ക് ഞാൻ സെയ്ദിൻ്റെ ബദന് കൊണ്ട് കഫീലാണ്. ഫഇദാ മള, ആ ഒരു മാസം കഴിയുകയാണ് എങ്കിൽ ബരിഅതു, ഞാൻ എന്താകുന്നതാണ്, മുക്തനാകുന്നതാണ്, പിന്നീട് അവനെ കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കഫാലത്തും ശരിയല്ല. വലാ യജൂസ് തൗഖീത്തുൽ ലമാനി ഖത്അൻ, ഓക്കെ, നമ്മൾ ഇതുവരെ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരമായിരുന്നു കഫാലത്തിൽ തൗഖീത്ത് പാടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ലമാനിൻ്റെ വിഷയത്തിൽ എന്തായാലും തൗഖീത്ത് നടത്തൽ പാടില്ല. നഹ്വു, അതിൻ്റെ ഉദാഹരണം അന ലോമിനും ബിൽ മാലി ഇലാ ഷഹരിൻ, ഓക്കെ, ഖാലിദ് നിനക്ക് തരാനുള്ള കാശിന് ഒരു മാസത്തേക്ക് ഞാൻ ലോമിനാണ്. ഫഇദാ മളാ വലം ഉഗ്രിം, അങ്ങനെ ഒരു മാസം കഴിയുകയും ഞാൻ ആ കാശ് വീട്ടുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഫഅന ബരീഉൻ, പിന്നീട് ഞാൻ മുക്തനാണ്, പിന്നീട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. ഏതായാലും ഈ വിഷയത്തിലൊക്കെ അസഹായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്. എന്നാലും മുഖാബിലുൽ അസഹി ഫി തഅലീഖ്, തഅലീഖിൻ്റെ വിഷയത്തിൽ, അതായത് ലമാനാണെങ്കിലും കഫാലത്താണെങ്കിലും തഅലീഖ് നടത്താൻ പാടുണ്ട് എന്ന് പറയുന്നവർ നളറ, അവർ നോക്കുന്നത് ഇലാ അദമി ഇഷ്തിറാത്തിൽ ഖബൂലി, ഈ ലമാനിൻ്റെയും കഫാലത്തിൻ്റെയും വിഷയത്തിൽ മദ്മൂന് ലഹു അല്ലെങ്കിൽ മഖ്ഫൂല് ലഹു എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഖബൂൽ നടത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതിലേക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ തഅലീഖ് നടത്തിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി വഫി തൗഖീത്തിൽ കഫാലത്തി, ഇനി കഫാലത്തിനെ തൗഖീത്ത് നടത്തുന്ന വിഷയത്തിലുള്ള മുഖാബിലുൽ അസഹി പറയുന്നത് നളറ ഇലാ അന്നഹാ തബറുഉൻ ബിഅമലിൻ, ഇങ്ങനെ കഫാലത്ത് ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു കാര്യം വെറുതെ ചെയ്തു കൊടുക്കുന്നത് പോലെയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിന് ഇന്നാലിന്ന കാലപരിധി വെച്ചുവെന്ന് വെച്ച് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഏതായാലും വബിഹാദ, ഇപ്പറഞ്ഞ ന്യായം കൊണ്ട്, അതായത് കഫാലത്തി എന്ന് പറഞ്ഞാൽ തബറുഅൻ ബി അമലാണല്ലോ എന്നുള്ള ന്യായം കൊണ്ട് യുവജ്ജിഹു സാലിസു, മൂന്നാമതൊരു അഭിപ്രായം എന്ത് ചെയ്യുന്നു, ന്യായം പിടിക്കുന്നു. ആ അഭിപ്രായക്കാരെന്താണ് പറയുന്നത്? അൽ മുജവ്വിസു ലി തഅലീഖിൽ കഫാലത്തി ദൂനൽ ലമാനി,
അവരുടെ വാദപ്രകാരം ലൊമാനിൽ എന്ത് പാടില്ല, താഴേക്ക് നടത്താൻ പാടില്ല, കഫാലത്തിൽ അതിന് പറ്റും എന്നുള്ളതാണ്. അതിനുള്ള കാരണമാണ് ഇല അന്നഹ തബറുഅൻ ബിഅമലിൻ, കഫാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വെറുതെ ചെയ്തു കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് അതിൽ താഴേക്ക് നടത്താൻ പറ്റുമെന്നാണ് ഈ അസഹിൻ്റെ സാലിസ പറയുന്നത്. ഏതായാലും വലൗ നജ്ജസഹ, ഇനി ഒരാൾ ഈ കഫാലത്തിനെ എന്ത് ചെയ്യുകയാണ്, നാജിസാക്കുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തു എന്ന് പറയുന്നു. പക്ഷേ വശറത്ത തഅഖീറൽ ഇഹ്ലാറി ഷഹ്റൻ, എന്നാൽ ഞാൻ അവനെ ഹാളിറാക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് നിബന്ധന വെക്കുകയാണെങ്കിൽ ജാസ, അത്തരത്തിലുള്ള കാര്യം ജായിസാണ് ലിൽ ഹാജത്തി, കാരണം അത് ആവശ്യമായിട്ട് വരാറുണ്ടല്ലോ. നഹ്വു അന കഫീലും ബി സെയ്ദിൻ, ഞാൻ ഇപ്പോൾ തന്നെ സെയ്ദിൻ്റെ ബദന കൊണ്ട് കഫീലാണ്, പക്ഷേ ഉഹ്ലിറുഹു ബഅദ ഷഹ്രിൻ, ഒരു മാസത്തിന് ശേഷമേ ഞാൻ അവനെ ഹാളിറാക്കുകയുള്ളൂ എന്ന് പറയാവുന്നതാണ്. ഇനി വലൗ ഷറത്ത തഅഖീറ ബി മജ്ഹൂലിൻ കൽ ഹസാദി, ഓക്കെ, കൊയ്ത്തുണ്ടാകുന്ന അവസരത്തിൽ ഞാൻ അവനെ കൊണ്ടുവന്നേക്കാം എന്ന് പോലത്തെ മജ്ഹൂലായിട്ടുള്ള അവ്യക്തമായ ഒരു കാലമുക്തിയിലേക്കാണ് ഒരാൾ തഅഖീർ നടത്തുന്നത് എങ്കിൽ ലം തസിഹൽ കഫാലത്ത് ഫിൽ അസഹി, അവിടെ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ആ കഫാലത്ത് റെഡിയാകുന്നതല്ല എന്നർത്ഥം. ഇനിയൊന്ന് നോക്കുക. വൽ അസഹു അന്നഹു യസിഹു ലമാനുൽ ഹാലി മുഅജ്ജലൻ അജലൻ മഅലൂമൻ, ഓക്കെ, ഹാലായിട്ടുള്ള ഒരു വസ്തുവിനെ ഒരു മഅലൂമായിട്ടുള്ള അജല് വെച്ചിട്ട് ലമാൻ ഏറ്റെടുക്കൽ സ്വഹീഹാകുന്നതാണ് ലിൽ ഹാജത്തി, അതിലേക്ക് ആവശ്യമുള്ളത് കാരണത്താൽ. അതായത് സെയ്ദ് ഇപ്പോഴാണ് ഖാലിദിന് 100 രൂപ നൽകാനുള്ളത്, എന്നാൽ അംർ അത് ഏറ്റെടുത്തിട്ട് പറയാണ് ഇപ്പോൾ തന്നെ എനിക്കത് നൽകാൻ കഴിയൂല, മറിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനത് നൽകാം എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഹാലായിട്ട് നൽകാനുള്ള കാശായിരുന്നു, പക്ഷേ അത് മുഅജ്ജലായിട്ടാണ് അംർ ഏറ്റെടുക്കുന്നത് എന്നർത്ഥം. വയസ്ബുത്തുൽ അജ്ലു ഫി ഹഖ്ഖി ലോമിനി, ഇവിടെ ആ ലോമിനിൻ്റെ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം അവന് അജലുണ്ടായിരിക്കുന്നതാണ്. അതായത് അംർ ആ കാശിന് ഖാലിദിന് ഒരു മാസം കഴിഞ്ഞിട്ട് നൽകിയാൽ മതി എന്നർത്ഥം. എന്നാൽ വഖീല ലാ യസ്ബുത്തു, ഒരു അപ്രബലമായിട്ടുള്ള വീക്ഷണമുണ്ട്, ഈ ലോമിനിൻ്റെ ഹക്കിലും ആ അജല് സ്ഥിരപ്പെടുന്നതല്ല. അതായത് ഹാലായിട്ടു തന്നെ അംർ ഖാലിദിന് കാശ് നൽകേണ്ടി വരും എന്നാണ് ഖീലക്കാർ പറയുന്നത്. ഇനി അസഹിൻ്റെ സാനി പറയുന്നത് വസാനി ലാ യസിഹു ലമാനു ലിൽ മുഖാലഫത്തി, ഓക്കെ, കാശ് നൽകാനുണ്ടായിരുന്നത് ഹാലായിട്ടായിരുന്നു, എന്നാൽ ലമാൻ ഏറ്റെടുക്കുന്നത് മുഅജ്ജലായിട്ടാണല്ലോ, ആ ഒരു മുഖാലഫത്ത് കാരണത്താൽ ഇവിടുത്തെ ലമാനെ തന്നെ ശരിയാവുകയില്ല എന്നാണ് സാനിക്കാരെ പറയുന്നത്. വഹുവൽ അസഹു ഫി ബഅദി നുസഖിൽ മുഹററി, മുഹററിൻ്റെ ചില നുസ്ഖകളിൽ ഈ രണ്ടാമത്തെ അഭിപ്രായത്തെയാണ് അസഹായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. കമാ ഖാലുഹു ഫി ദഖായിഖ്, ദഖായിഖ് എന്നുള്ള കിതാബിൽ ബഹുമാനപ്പെട്ട നവവി ഇമാം പറഞ്ഞതുപോലെ, ഓക്കെ, നവവി ഇമാം മുഹററിൻ്റെയും മിൻഹാജിൻ്റെയും ഇടയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഒക്കെ വിവരിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള കിതാബാണ് ദഖായിഖ് എന്നുള്ളത്. അതിൽ നവവി ഇമാം ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ഖാല, നവവി ഇമാം പറയുന്നു, വഫി ബഅദിഹ, ആ മുഹററിൻ്റെ മറ്റു ചില നുസ്ഖകളിലുണ്ട് തസ്ഹീഹുൽ അവ്വലി, ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായത്തെ തന്നെ അസഹായിട്ട് പറയുന്നത്. വഹുവ സവാബു, ആ കാര്യമാണ് സവാബായിട്ടുള്ള മസ്അല, അതായത് അൽ മുവാഫിഖ് ലിമാ ഫി ശറഹി, ബഹുമാനപ്പെട്ട റാഫി ഇമാമിൻ്റെ ഷറഹുൽ കബീറിലുള്ളതിനോട് യോജിച്ചത് ഇവിടെയുള്ള ഒന്നാമത്തെ കാര്യത്തെ തന്നെ അസഹാക്കുന്നതാണ്. ഓക്കെ, ഇനി വലോ ലമിനൽ മുഅജ്ജല ഇലാ ഷഹ്റിൻ മുഅജ്ജലൻ ഇലാ ഷഹ്റൈനി, ഓക്കെ, ഒരു മാസത്തേക്ക് മുഅജ്ജലായിട്ടുള്ള ഒരു കടത്തെ 2 മാസത്തേക്ക് മുഅജ്ജലായിട്ടുള്ള രീതിയിൽ ലമാൻ ഏറ്റെടുക്കുകയാണ് എങ്കിൽ, അതായത് സെയ്ദ് ഖാലിദിന് 100 രൂപ നൽകാനുള്ളത് ഒരു മാസത്തിന് ശേഷമാണ്, എന്നാൽ അംർ പറയാണ് ഞാൻ 2 മാസങ്ങൾക്കു ശേഷം ആ കാശ് ഞാൻ നൽകിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ ഫഹുവ കലമാനിൽ ഹാലി മുഅജ്ജലൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാലിനെ മുഅജ്ജലായിട്ട് ലമാൻ ഏറ്റെടുക്കുന്നത് പോലെയാണ്. അവിടുത്തെ അതേ മസ്അലകൾ ഇവിടെയും വരുന്നുവെന്നർത്ഥം. ഓക്കെ, ഇനി പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൽ അസഹു അന്നഹു യസിഹു ലമാനുൽ മുഅജ്ജലി ഹാലൻ, മുഅജ്ജലായിട്ടുള്ള കടത്തെ ഹാലായിട്ട് ഏറ്റെടുക്കുന്നതും ശരിയാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ സെയ്ദ് ഖാലിദിന് 100 രൂപ നൽകാനുള്ളത് ഒരു മാസത്തിന് ശേഷമാണ്, അത് ഞാൻ ഇപ്പോൾ തന്നെ നൽകിക്കോളാമെന്ന് അംർ ലമാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ശരിയാകുന്നതാണ്. എന്നാൽ ഈ അസഹിൻ്റെ താനി പറയുന്നത് വസാനി ലാ യസിഹു ലിൽ മുഖാലഫത്തി, മുഖാലഫത്ത് കാരണത്താൽ ഈ ലമാൻ ശരിയാകുന്നതല്ല എന്നുള്ളതാണ്.
ഇനി വൽ അസഹു അലൽ അവ്വലി, ഇത് ശരിയാകും എന്നുള്ള ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം അസഹായിട്ടുള്ള വാദം എന്താണ്? അന്നഹു ലാ യൽസമുഹു തഅജീലു, ഇവിടെ ഈ ളാമിൻ എന്ത് നടത്തേണ്ട ആവശ്യമില്ല, അത് ഇപ്പോൾ തന്നെ നൽകേണ്ട ആവശ്യമില്ല. കമാ ലവിൽ തൽസമഹുൽ അസീലു, ഓക്കെ, ഇത് ഹാലായിട്ട് ഞാൻ നൽകാമെന്ന് അസീൽ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ. അസീൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെ കാശ് നൽകാനുള്ള സെയ്ദിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസീൽ ഖാലിദിനോട് പറയാണ് ഞാൻ എനിക്ക് ഇപ്പോൾ തന്നെ കാശ് നൽകിക്കോളാമെന്ന്. അങ്ങനെ പറഞ്ഞുവെന്ന് വെച്ച് ആ കാശ് ഹാലാവാത്തത് പോലെ തന്നെ അംർ അത് ഹാലായിട്ട് ഏറ്റെടുത്താലും അത് അവൻ്റെ ഹക്കിൽ ഹാലാകുന്നതല്ല. അവൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഖാലിദിന് ആ കാശ് നൽകിയാൽ മതി എന്നർത്ഥം. വഅലാഹാദ, ഇപ്പറഞ്ഞ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം യസ്ബുത്തുൽ അജ്ലു ഫി ഹഖ്ഖിഹി മഖ്സൂദൻ ഔ തബഅൻ. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കുക, ഇവിടെ അസീലിന് പകരമായിട്ടാണ് അംർ കാശ് നൽകുന്നത് അല്ലേ? അപ്പോൾ അംർ അത് ഏറ്റെടുത്തത് ഹാലാണ് എങ്കിലും അത് മുഅജ്ജലായിട്ട് തന്നെ നൽകിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ മുഅജ്ജലാകുന്നത് അവൻ അത് ഏറ്റെടുക്കുന്നതോടുകൂടെ അവൻ്റെ വിഷയത്തിൽ അത് മുഅജ്ജലായോ? അതല്ല, ഇവിടെ അസീലിന് പകരമായിട്ടാണല്ലോ ഇവൻ നൽകുന്നത്. അപ്പോൾ അസീൽ അത് നൽകാനുള്ളത് മുഅജ്ജല നിലക്കാണ്. അപ്പോൾ അതിൻ്റെ താബി ആയിട്ട് ഇവൻ നൽകാനുള്ളത് മുഅജ്ജലായതാണോ എന്നുള്ള വിഷയത്തിൽ വജ്ഹാനി എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് നോക്കുക. വഅലാഹാദ, ഇപ്പറഞ്ഞ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം യസ്ബുത്തുൽ അജ്ലു ഫി ഹഖ്ഖിഹി, ഈ ളാമിനിൻ്റെ വിഷയത്തിൽ അജൽ സ്ഥിരപ്പെടുന്നു. അവൻ ഒരു മാസം കഴിഞ്ഞിട്ട് നൽകിയാൽ മതി. അത് മഖ്സൂദൻ, അത് അവൻ്റെ വിഷയത്തിൽ തന്നെ ഉദ്ദേശത്തോടു കൂടി തന്നെ ആയതാണോ? ഔ തബഅൻ, അല്ലെങ്കിൽ അസീലിനോട് താബി ആയിട്ടുണ്ടായതാണോ? യഹില്ലു ബിമൗത്തിൽ അസീലി, അങ്ങനെയെങ്കിൽ എന്താകും? ആ അസീലിൻ്റെ മരണത്തോടുകൂടെ ആ കടം ഹാലായിട്ട് മാറും. ഓക്കെ, അതായത് ഇവിടുത്തെ സെയ്ദ് മരിക്കുകയാണ് എങ്കിൽ പിന്നീട് തബഅൻ ലിൽ അസീലി എന്നുള്ള കാര്യം ഉണ്ടാകൂല, കാരണം അസീൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടെ ഈ കാശ് ഹാലാകുന്ന തരത്തിലാണോ ഇവൻ്റെ ഈ മുഅജ്ജല് ആയിട്ടുള്ള സ്വത്തുള്ളത് എന്നുള്ള വിഷയത്തിൽ വജ്ഹാനി, രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും നമ്മളിവിടെ അസഹായിട്ടുള്ള അഭിപ്രായം പഠിച്ചു, ലാ യൽസമുഹു തഅജീലു എന്ന്. എന്നാൽ മുഖാബിലുൽ അസഹി ഖാല, ഇതിൻ്റെ അസഹിൻ്റെ മുഖാബിലായിട്ടുള്ള, അതായത് തഅജീൽ അവന് നിർബന്ധമാണ് എന്ന് പറയുന്നവർ വാദം പറയുന്നത് അൽളമാനു തബർറുഉൻ ലസിമ. ഓക്കെ, നിർബന്ധമായിട്ടുള്ള ഒരു സ്വതഖയാണ്, ഒരു വെറുതെ നൽകലാണ് ലമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫൽ തൽസമു സിഫത്തുഹു, അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാവിധ സിഫത്തുകളും അതോടുകൂടെ നിർബന്ധമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാലായിട്ട് നൽകാമെന്ന് പറഞ്ഞാൽ അത് ഹാലായിട്ട് തന്നെ നൽകേണ്ടതാണ് എന്നർത്ഥം. ഇനി വലു ലമിനൽ മുഅജ്ജല ഇലാ ഷഹ്റൈനി മുഅജ്ജലൻ ഇലാ ഷഹ്റിൻ, 2 മാസത്തേക്ക് മുഅജ്ജലായിരുന്ന ഒരു ദൈനിനെ 1 മാസത്തേക്ക് മുഅജ്ജലായിട്ടുള്ള രീതിയിൽ ഒരാൾ ലമാൻ ഏറ്റെടുക്കുകയാണ് എങ്കിൽ ഫഹുവ കലമാനിൽ മുഅജ്ജലി ഹാലൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ മുഅജ്ജലായിട്ടുള്ള ദൈനിനെ ഹാലായിട്ട് ഏറ്റെടുക്കുന്നത് പോലെയാണ്. അവിടെ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഇവിടെയും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി വലിൽ മുസ്തഹിഖ്, ഇനി ആ കാശിന് അവകാശപ്പെട്ട ആൾക്ക് ജായിസാണ്. അയിൽ മൽമൂനി ലഹു, ആർക്ക് വേണ്ടിയിട്ടാണോ ലമാൻ ഏറ്റെടുക്കുന്നത്, അതായത് സെയ്ദ് ഖാലിദിന് കാശ് കൊടുക്കാനുള്ളതാണ്, അത് അംർ ഏറ്റെടുത്തതാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഖാലിദിനെ കുറിച്ചാണ് നമ്മൾ മുസ്തഹിഖ് എന്ന് പറയുന്നത്. അവന് ജായിസാണ് മുതാലബത്തുൽ ളാമിനി വൽ അസീലി ബിദ്ദൈനി, ആ ദൈന് കൊണ്ട് ളാമിനായിട്ടുള്ള അംറിനോടും അസീലായിട്ടുള്ള സെയ്ദിനോടും കാശ് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി വൽ അസഹു അന്നഹു ലാ യസിഹു ലമാനു ബിശർത്തി ബറാഅത്തിൽ അസീലി, ആ അസീൽ ബരി ആവണം, അസീൽ മുക്തനാകണം എന്നുള്ള ഷർത്തോടു കൂടെ ലമാൻ ശരിയാകുന്നതല്ല എന്നുള്ളതാണ് അസഹായിട്ടുള്ള വീക്ഷണം. അതായത് അംർ അത് ഏറ്റെടുക്കുന്നു, അംർ പറയാണ് ഖാലിദിനോട് ഞാൻ നിനക്ക് 100 രൂപ നൽകിക്കോളാമെന്ന്. എന്നാൽ അതോടുകൂടെ സെയ്ദ് അതിൽ നിന്നും ബരി ആവണം എന്ന് ഷർത്ത് വെച്ചാൽ ആ ലമാന് തന്നെ ശരിയാകുന്നതല്ല എന്നുള്ളതാണ് പ്രബല വീക്ഷണം. കാരണം എന്താ? ലി മുഖാലിഫത്തി ഷർത്തി ലി മുഖ്തദൽ ലമാനി, ലമാനിൻ്റെ തേട്ടത്തോട് ഇങ്ങനെയുള്ള ഷർത്ത് എതിരാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ അംറിവിടെ ലമാൻ നിൽക്കാൻ തന്നെ കാരണം എന്താണ്? സെയ്ദു തന്നെ അത് വീട്ടും എന്നുള്ള ഒരു ഉറപ്പ് കാരണത്താലാണ് അല്ലേ? അപ്പോൾ അവനിങ്ങനെ ലമാൻ ഏറ്റെടുത്തതോടുകൂടെ അസീൽ ബരി ആകുമെന്ന് പറഞ്ഞാൽ അത് ലമാനിൻ്റെ തേട്ടത്തോട് തന്നെ എതിരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ലമാൻ തന്നെ ശരിയാകുന്നതല്ല. എന്നാൽ അസഹിൻ്റെ സാനി പറയുന്നത് വസാനി യസിഹുൽ ലമാനു വഷർത്തു, ഇവിടെ പറഞ്ഞ ലമാനും ഷർത്തും ശരിയാകും എന്നാണ് അസഹിൻ്റെ സാനി പറയുന്നത്. ഇനി വസാലിസ് പറയുന്നത്
യസിഹു ലമാനു ഫഖത്ത്, ഇങ്ങനെയുള്ള ഷർത്തോട് കൂടെ ലമാന് വെക്കുകയാണ് എങ്കിൽ ലമാൻ ശരിയാകും, പക്ഷേ ആ ഷർത്ത് അനുസരിച്ച് കഴിയേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫഇൻ സഹഹ്നാഹുമ, ഇവിടെയുള്ള ലമാനിനെയും ഷർത്തിനെയും നമ്മൾ ശരി വെക്കുകയാണ് എങ്കിൽ ആ അഭിപ്രായമനുസരിച്ച് ബരി അൽ അസീലു, ഇവിടെയുള്ള അസീലായിട്ടുള്ള സെയ്ദ് ആ കടത്തിൽ നിന്ന് മുക്തനാകുന്നതാണ്. വറജഅ ലാമിനു അലൈഹി ഫിൽ ഹാലി, അപ്പോൾ ഈ അവസരത്തിൽ തന്നെ ലാമിനായിട്ടുള്ള അംറിന് അസീലായിട്ടുള്ള സെയ്ദിൻ്റെ മേൽ മടങ്ങാവുന്നതാണ്. ഇൽമിന ബിഇദ്നിഹി, ആ അസീലിൻ്റെ സമ്മതത്തോടു കൂടെയാണ് ഇവിടെ ആ അംർ ലാമിനായിട്ടുള്ളത് എങ്കിൽ. ഓക്കെ, അതായത് അംറിന് ഇപ്പോൾ തന്നെ ചെന്നിട്ട് സെയ്ദിനോട് ആ 100 രൂപ ആവശ്യപ്പെടാവുന്നതാണ്. കാരണം ലിഅന്നഹു ഹസ്സല ബറാഅതഹു, കാരണം ഇവിടെയുള്ള ലോമിന് ആ അസീലിൻ്റെ ബറാഅത്തിനെ കരസ്ഥമാക്കി കൊടുത്തിട്ടുണ്ട്. കമാലു അദ്ദ, അവൻ ആ കാശ് ഖാലിദിന് വീട്ടിയതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അത് വീട്ടിയതുപോലെയാണ് നമ്മളവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സെയ്ദിനോട് ആ 100 രൂപ ലോമിനായിട്ടുള്ള അംറിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി വലു അബ്റ അൽ മുസ്തഹിഖുൽ അസീല മിനദ്ദൈനി, ഇനി ഇവിടെ മുസ്തഹിഖായിട്ടുള്ള ഖാലിദ് അസീലായിട്ടുള്ള സെയ്ദിനെ ദൈനിൽ നിന്ന് മുക്തനാക്കി കൊടുക്കുകയാണെങ്കിൽ, നീ എനിക്ക് കാശ് നൽകണ്ട എന്ന് പറയുകയാണെങ്കിൽ ബരി അല്ലാമിനു മിൻഹു, ആ ദൈനിൽ നിന്നും ലോമിനായിട്ടുള്ള അംറ് മുക്തനാകുന്നതാണ്. അംറ് പിന്നീട് അത് നൽകേണ്ടതില്ല. വല അക്സ, എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇല്ല. അതായത് ലൗ അബറ അല്ലാമിന, ഈ മുസ്തഹിഖായിട്ടുള്ള വ്യക്തി ലോമിനെ മാത്രം ആ കടത്തിൽ നിന്ന് മുക്തനാക്കുകയാണ് എങ്കിൽ ലം യബ്ര ഇൽ അസീലു, അസീലായിട്ടുള്ള സെയ്ദ് അതോടുകൂടെ മുക്തനാകുന്നതല്ല, അവൻ ആ കാശ് ഖാലിദിന് നൽകേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലോ മാത അഹദുഹുമാ വദ്ദൈനു മുഅജ്ജലുൻ, ദൈന് മുഅജ്ജലായിരിക്കെ ലോമിന് അസീല് എന്നിവരിൽ നിന്നും ഒരാൾ മരിച്ചു പോവുകയാണ് എങ്കിൽ ഹല്ല അലൈഹി, അവൻ്റെ മേൽ ആ കടം ഹാലാകുന്നതാണ്. ദൂനൽ ആഖരി, മറ്റേയാളുടെ മേലിലല്ല. ഓക്കെ, അപ്പോൾ അസീലാണ് മരിക്കുന്നത് എങ്കിൽ അവൻ ആ ഖാലിദിന് നൽകാനുള്ള കാശ് ഇപ്പോൾ ഹാലായിട്ടുണ്ട്. ഓക്കെ, ഇനി ലോമിനാണ് എങ്കിലും അങ്ങനെ. ഏതായാലും ഫൈൻ കാനൽ മയ്യിത്തുൽ അസീല, അവിടെ മരിക്കുന്നത് അസീലായിട്ടുള്ള സെയ്ദാണ് എങ്കിൽ ഫലിൽ ലോമിനി, അപ്പോൾ ലോമിനിക്ക് അവകാശമുണ്ട്. അയ്യു താലിബൽ മുസ്തഹിഖ, ഖാലിദിനോട് ആവശ്യപ്പെടാവുന്നതാണ്. ബി അഖ്ദി ദൈനി മിൻ തരിക്കത്തിഹി, ആ അസീലിൻ്റെ സെയ്ദിൻ്റെ അനന്തര സ്വത്തിൽ നിന്നും ആ 100 രൂപ എടുത്തുകൊണ്ടു പോകാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഔ ഇബ്രാഇഹി ഹുവ, അല്ലെങ്കിൽ അവൻ അത് മുക്തനാക്കി കൊടുക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഒന്നുകിൽ നീ അവൻ്റെ അനന്തര സ്വത്തിൽ നിന്നും 100 രൂപ എടുക്കുക, അല്ലെങ്കിൽ ആ 100 രൂപ നൽകണ്ട എന്ന് പറയുക. അങ്ങനെ ഈ ലോമിനിക്ക് ഈ അംറ് ചെന്നിട്ട് ആരോട് പറയാവുന്നതാണ്? ഖാലിദിനോട് പറയാവുന്നതാണ്. കാരണം ലി അന്നഹു, കാരണം കാര്യം ഖദ് തഹ്ലികു തരിക്കത്തു, ചിലപ്പോൾ ഈ അനന്തരസ്വത്തിൽ നിന്നും ആ കാശ് എടുത്തിട്ടില്ല എങ്കിൽ ആ അനന്തരസ്വത്ത് ബാക്കിയുള്ള അനന്തരാവകാശികൾക്കൊക്കെ കൊടുത്തുകൊണ്ടത് പൂർണ്ണമായിട്ടും നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഫലാ യജിദു മർജിഅൻ ഇദാ ഗരിമ, അപ്പോൾ ആ ലോമിനിക്ക് അവൻ ഇനി ആ കടം വീട്ടുകയാണ് എങ്കിൽ മടങ്ങാനുള്ള ഒരു സ്ഥലം എത്തിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പിന്നീട് ആ കാശിൻ്റെ അജിലെത്തുന്ന സമയത്ത് ഈ ലോമിന് ആ 100 രൂപ എടുത്ത് ഖാലിദിന് കൊടുക്കുകയാണ് എങ്കിൽ പിന്നീട് ആ 100 രൂപ ഈ സെയ്ദിൻ്റെ തരിക്കത്തിൽ നിന്നും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. ഇനി വഇൻ മയ്യിത്തുൽ ലോമിന, ഇനി മരിച്ചു പോയത് ലോമിനായിട്ടുള്ള അംറാണ് എങ്കിലോ വഅഖദൽ മുസ്തഹിഖു ദൈന മിൻ തരിക്കത്തിഹി, അവിടെയുള്ള മുസ്തഹിഖായിട്ടുള്ള ഖാലിദ് ആ അംറിൻ്റെ തരിക്കത്തിൽ നിന്നും ആ 100 രൂപ എടുത്തു വന്നാൽ ലം യകുൻ ലി വറസതിഹി റുജൂഉ അലൽ മദ്മൂനി അൻഹുൽ ആദിനി ഫിൽ ലമാനി ഖബല ഹുലൂലിൽ അജലി. ഓക്കെ, അവിടെ ലം യകുല്ലി വറസതിഹി, ആ അംറിൻ്റെ വാരിസീങ്ങൾക്ക് ജായിസല്ല റുജൂഉ അലൽ മദ്മൂനി അൻഹു. ഓക്കെ, മദ്മൂനി അൻഹുവിൻ്റെ മേൽ, അതായത് സെയ്ദിൻ്റെ മേൽ മടങ്ങാൻ പാടില്ല. എങ്ങനത്തെ സെയ്ദ്? അൽ ആദിനി ഫിൽ ലമാനി, ആ ലമാൻ ഏറ്റെടുക്കാൻ അംറിനെ സമ്മതിച്ചതായിട്ടുള്ള സെയ്ദിൻ്റെ മേൽ മടങ്ങാൻ പാടില്ല. ഖബല ഹുലൂലിൽ അജലി, അതിൻ്റെ അജൽ എത്തുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെയ്ദ് ഖാലിദിന് നൽകാനുള്ള കാശ് മാർച്ച് 1-ാം തീയതിയോടെ ാണ്. ഓക്കെ, എന്നാൽ ഫെബ്രുവരി 25-ാം തീയതി അതിൻ്റെ ലമാൻ ഏറ്റെടുത്തിട്ടുള്ള അംറ് മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അംറ് മരിക്കലോടുകൂടെ അവൻ്റെ ഹക്കിൽ അത് ഹാലായി എന്ന് നമ്മൾ പഠിച്ചുവല്ലോ. അപ്പോൾ ഖാലിദ് എന്ത് ചെയ്തു? ഈ അംറിൻ്റെ തരിക്കത്തിൽ നിന്നും ആ 100 രൂപ എടുത്തുവെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ അംറിൻ്റെ വറസത്തിന് ആ സെയ്ദിനോട് എന്ത് ചോദിക്കാവുന്നതാണ്? ആ 100 രൂപ ചോദിക്കാവുന്നതാണ്. പക്ഷേ ആ 100 രൂപ ചോദിക്കണമെങ്കിൽ മാർച്ച് 1-ാം തീയതി ആയാലേ പാടുള്ളൂവെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വഇദാ ത്വാലബൽ മുസ്തഹിഖു ലോമിന, ഇനി മുസ്തഹിഖായിട്ടുള്ള വ്യക്തി ലോമിനോട് കാശ്
തേടുകയാണ് എങ്കിൽ ഫലഹു മുതാലബത്തുൽ അസീലി, അങ്ങനെയെങ്കിൽ ആ ലോമിനിക്ക് അസീലിനോടും ആ കാശ് തേടാവുന്നതാണ്. എന്തുകൊണ്ട്? ബി തഖ്ലീസിഹി ബിൽ അദാഇ, ഓക്കെ, ആ കാശ് ഖാലിദിന് തന്നെ വീട്ടിയിട്ട്, മുസ്തഹിഖിന് തന്നെ വീട്ടിയിട്ട് തന്നെ രക്ഷപ്പെടുത്തി തരാൻ അസീലിനോട് ആർക്ക് ആവശ്യപ്പെടാവുന്നതാണ്? ലോമിനിക്ക് ആവശ്യപ്പെടാവുന്നതാണ്. എങ്ങനെയെങ്കിൽ ഈ ലൊമിന ബി ഇദ്നിഹി, അവൻ്റെ, അതായത് ഈ സെയ്ദിൻ്റെ സമ്മതത്തോടു കൂടെയാണ് അവിടുത്തെ അംറ് ലോമിനായത് എങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് വൽ അസഹു, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അന്നഹു ലാ യുതാലിബുഹു ഖബ്ല അൻ യുതാലബ, ഓക്കെ, അന്നഹു തീർച്ചയായിട്ടും ലോമിന് ലാ യുതാലിബുഹു ആ അസീലിനോട് ആ കാശ് ചോദിക്കാൻ പാടില്ല, ഖബ്ല അൻ യുതാലബ ആ മുസ്തഹിഖ് അവനോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട്. വസാനി യുതാലിബുഹു ബി തഖ്ലീസിഹി, എന്നാൽ അസഹിൻ്റെ താനി പറയുന്നത് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു മുമ്പും അംറിന് വേണമെങ്കിൽ സെയ്ദിനോട് ആവശ്യപ്പെടാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് വലിൽ ലാമിനിൽ ഗാരിമി, ഇനി ആ മുസ്തഹിഖിനുള്ള കടം വീട്ടിയിട്ടുള്ള ലോമിനിക്ക്, അതായത് അംറ് ഖാലിദിന് ആ 100 രൂപ കൊടുത്തുവെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ അവൻ അവകാശമുണ്ട് അർറുജൂ അലൽ അസീലി, ഓക്കെ, അസീലിൻ്റെ മേൽ ആ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് മടങ്ങാവുന്നതാണ്. ഇൻ വജദ ഇദ്നഹു ഫിൽ ലമാനി വൽ അദാഇ, ലൊമാൻ ഏറ്റെടുക്കുന്ന വിഷയത്തിലും ആ കാശ് കൊടുക്കുന്ന വിഷയത്തിലും ഈ സെയ്ദിൻ്റെ, ഈ അസീലിൻ്റെ ഇതിന് അവന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, വ ഇൻ ഇൻതഫാ ഫീഹിമ, ഇനി ഈ ലൊമാനിൻ്റെയും അദാഇൻ്റെയും വിഷയത്തിൽ ഈ അസീലിൻ്റെ ഇതിന് ഇല്ല എങ്കിലോ ഫലാ റുജൂഅ, അങ്ങനെയെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് ആ കാശ് വേണമെന്ന് പറഞ്ഞ് മടങ്ങാൻ ഈ അംറിന് അവകാശമില്ല. അതായത് അംറ് സെയ്ദിൻ്റെ സമ്മതമൊന്നുമില്ലാതെയാണ് ഖാലിദിനുള്ള ആ കടം വീട്ടിയത് എങ്കിൽ പിന്നീട് ആ 100 രൂപ സെയ്ദിനോട് ചെന്ന് ചോദിക്കാൻ അംറിന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. ഇനി വ ഇൻ അദിന ഫിൽ ലമാനി ഫഖത്ത് ഐ വലം യഅ്ദൻ ഫിൽ അദാഇ, ഓക്കെ, അദാഇൻ്റെ വിഷയത്തിൽ സമ്മതിക്കാതെ ലൊമാനിൻ്റെ വിഷയത്തിൽ മാത്രമേ സെയ്ദ് അവനെ സമ്മതിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലൊമാൻ ഏറ്റെടുത്തോ എന്ന് സെയ്ദ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഖാലിദിന് ആ കാശ് കൊടുക്കുന്ന വിഷയത്തിൽ അവൻ്റെ സമ്മതം കിട്ടിയിട്ടില്ല എങ്കിലും റജഅ ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അംറിന്, അതായത് ലോമിനിക്ക് അസീലിൻ്റെ അടുക്കലേക്ക് ആ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് മടങ്ങാവുന്നതാണ്. കാരണം ലി അന്നഹു അതിന ഫി സബബിൽ ഗുർമി, അവിടെ ആ കടം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള വിഷയത്തിൽ, അതായത് ആ ലൊമാനിൻ്റെ വിഷയത്തിൽ ഈ അസീൽ സമ്മതം നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് കാരണം. എന്നാൽ വസാനി യഖൂലു, ഇങ്ങനെ മടങ്ങാൻ പാടില്ല എന്ന് പറയുന്ന അസഹിൻ്റെ സാനിക്കാർ പറയുന്നത് അൽ ഗുർമു ഹസല ബിഗൈരി ഇദ്നിൻ, ഈ ലോമിനായിട്ടുള്ള അംറ് അവിടെ കടക്കാരനായിട്ടുള്ളത് അസീലായിട്ടുള്ള സെയ്ദിൻ്റെ സമ്മതം കൊണ്ടല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി വല അക്സ ഐ ലാ റുജൂഅ ഫിൽ അക്സി, ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഷയത്തിൽ ഒരിക്കലും ലോമിന് അസീലിൻ്റെ മേൽ മടങ്ങാൻ പാടില്ല. അതെങ്ങനെയാണ്? വഹുവ അൻ യകൂന അദിന ഫിൽ അദാഇ ഫഖത്ത്, ലൊമാനിൻ്റെ വിഷയത്തിൽ ഈ സെയ്ദ് ആരെ അനുവദിച്ചിട്ടില്ല? അംറിനെ അനുവദിച്ചിട്ടില്ല, മറിച്ച് അല്ല, അയ്യക്കൂന അതിനെ ഫിൽ അദാഇ, അദാഇൻ്റെ വിഷയത്തിൽ മാത്രമേ സെയ്ദ് ആരെ അനുവദിച്ചിട്ടുള്ളൂ? അംറിനെ അനുവദിച്ചിട്ടുള്ളൂ എന്നതല്ലാതെ ലൊമാനിൻ്റെ വിഷയത്തിൽ അനുവദിച്ചിട്ടില്ല എങ്കിൽ ഇവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സെയ്ദിൻ്റെ അടുക്കലേക്ക് മടങ്ങാൻ പാടില്ല. ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം. കാരണം ലി അന്നൽ ഗുർമ ബിൽ ലൊമാനി, ഒരു കടം ഉണ്ടാകുന്നത് ലൊമാന് കൊണ്ടാണ്. എന്നാൽ വലം യുഅ്ദൻ ഫീഹി, ഈ ലൊമാൻ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഈ അംറ് സമ്മതം നൽകപ്പെട്ടിട്ടില്ലല്ലോ. എന്നാൽ വസാനി യഖൂൽ, എന്നാൽ ഇവിടെ മടങ്ങാം എന്ന് പറയുന്ന അസഹിൻ്റെ സാനിക്കാർ പറയുന്നത് അസ്ഖതദ്ദൈന അൻഹു ബിഇദ്നിഹി, തീർച്ചയായിട്ടും ഇവിടെയുള്ള ലോമിന് ഈ അസീലിനെ തൊട്ട് അവൻ്റെ സമ്മതത്തോടു കൂടെയാണല്ലോ ആ ദൈനിനെ വീട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവൻ്റെ സമ്മതം ഉണ്ടായത് കാരണത്താൽ അത് മടങ്ങാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വലൗ അദ്ദാ മുകസ്സറൻ അൻ സിഹാഹിൻ ഔ സാലഹ അൻ മിഅത്തിൻ ബിസൗബിൻ ഖീമത്തുഹു 50. ഓക്കെ, ഇനി ഒരു ലോമിനായിട്ടുള്ള വ്യക്തി, അതായത് നമ്മുടെ ഉദാഹരണത്തിൽ അംറ് സെയ്ദിൻ്റെ കടം വീട്ടുന്നത് മറ്റുള്ള രൂപത്തിലാണ് എങ്കിൽ, ഉദാഹരണത്തിന് സെയ്ദ് ഖാലിദിന് നൽകാനുള്ളത് 100 ശരിയായ സ്വർണ്ണ നാണയങ്ങളാണ് എന്ന് സങ്കല്പിക്കുക. ഇനി വലൗ അദ്ദാ മുകസ്സറൻ അൻ സിഹാഹിൻ, ശരിയായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ഈ ലോമിന് വീട്ടിയിട്ടുള്ളത് മുകസ്സറായിട്ടുള്ള കാശാണ് എങ്കിൽ, ഔ സാലഹ അൻ മിഅത്തിൻ, അല്ലെങ്കിൽ
നിലവിൽ 100 രൂപയായിരുന്നു നൽകാനുണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് ഈ ലോമനായിട്ടുള്ള ഖാലിദ് സുൽഹ് നടത്തി ബി സൗബിൻ, ഒരു സൗബ് കൊണ്ട് ഖീമത്തുഹു 50, 50 രൂപ ഖീമത്തുള്ള. അതായത് അംറ് വന്നിട്ട് ഖാലിദിനോട് പറയാണ്, സെയ്ദിന് എനിക്ക് നൽകാനുള്ളത് 100 രൂപയാണ്, പക്ഷേ അതൊന്നും നൽകാൻ അവനെ കൊണ്ട് കഴിയൂല, അതുകൊണ്ട് ഞാൻ ഈ നൽകുന്ന 50 രൂപക്കുള്ള സൗബ് കൊണ്ട് നീ ഒന്ന് സുൽഹ് ആകണം എന്ന് പറഞ്ഞാൽ ഫൽ അസഹു, അപ്പോൾ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അന്നഹു ലാ യർജിഉ ഇല്ലാ ബിമാ ഗരിമ, എന്തുകൊണ്ടാണോ ഈ ലോമിൻ കടക്കാരനായിട്ടുള്ളത്, അതായത് ഒന്നാമത്തതിൽ മുക്കസ്സറായിട്ടുള്ള 100 സ്വർണ്ണ നാണയങ്ങളും രണ്ടാമത്തതിൽ 50 രൂപ വിലയുള്ള സൗബുമാണല്ലോ, അതുകൊണ്ട് മാത്രമേ ഈ അംറ് സെയ്ദിൻ്റെ അടുക്കിലേക്ക് മടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി അസഹിൻ്റെ സാനി പറയുന്നത് വസാനി യർജു ബിസ്സിഹാഹി വൽ മിഅത്തി. ഓക്കെ, എന്തായിരുന്നു സെയ്ദ് ഖാലിദിന് നൽകാനുണ്ടായിരുന്നത്, ആ സിഹാഹ് തന്നെയാണ്, ആ 100 രൂപ തന്നെയാണ് ഇനി അംറ് സെയ്ദിനോട് ചോദിക്കേണ്ടത്. കാരണം ലി അന്നഹു ഹസ്സലൽ ബറാഅത്ത മിൻഹുമ, കാരണം ഇവിടെയുള്ള അംറ് ആ 2 വിഷയത്തിൽ നിന്നുമാണ് ബറാഅത്തിനെ നേടിക്കൊടുത്തിട്ടുള്ളത്. ബിമാ ഫഅല, അവൻ ചെയ്തിട്ടുള്ള കാര്യം കൊണ്ട്. വൽ മുസാമഹത്തു ജറത്ത് മഅഹു. ഓക്കെ, സിഹാഹിന് പകരം മുകസ്സർ മതി എന്നുള്ളതുപോലെ 100 രൂപക്ക് പകരം 50 രൂപ മുഖവിലയുള്ള സൗബ് മതി എന്ന് പറഞ്ഞത്, അങ്ങനെ നടന്നിട്ടുള്ള മുസാമഹത്ത് ജറത്ത് മഅഹു, അത് ആരോട് കൂടെ, ലോമിനോട് കൂടെ നടന്നതാണ്, അതിലൊരിക്കലും അസീലിന് ബന്ധമില്ല. അതുകൊണ്ട് അസീൽ എന്തായിരുന്നോ ഖാലിദിന് നൽകാനുണ്ടായിരുന്നത് അതുതന്നെ ഇനി ആർക്ക് നൽകേണ്ടതാണ്, ലോമിന് നൽകേണ്ടതാണ് എന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വമൻ അദ്ദ ദൈന ഗൈരിഹി ബിലാ ലമാൻ വലാ ഇദ്നിൻ. ഓക്കെ, ഒരു ലമാനുമില്ല, ഒരു ഇദ്നുമില്ല, അതൊന്നും ഇല്ലാതെ ഒരാൾ മറ്റൊരാളുടെ കടം വീട്ടുകയാണ് എങ്കിൽ ഫലാ റുജൂഅ ലഹു അലൈഹി, ഇനി ഞാൻ എൻ്റെ കടം വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ മറ്റൊരാളെ സമീപിക്കാൻ പാടില്ല, അത് ശരിയാവുകയില്ല. ഇനി വഇൻ അദിന ലഹു ഫിൽ അദാഇ ബിശർത്തി റുജൂഇ, ഇനി ഈ കടക്കാരൻ ഈ മറ്റൊരാൾക്ക് എന്ത് നൽകിയിട്ടുണ്ട്, അദാഇൻ്റെ വിഷയത്തിൽ സമ്മതം നൽകിയിട്ടുണ്ട്. ബിഷർത്തി റുജൂഇ, ഞാൻ നിനക്കത് മടക്കിത്തരാം എന്നുള്ള ഷർത്തോട് കൂടെയാണ് എങ്കിൽ റജഅ അലൈഹി, ഈ കടം വീട്ടിയ ആൾക്ക് ആ കടക്കാരൻ്റെ മേൽ മടങ്ങാവുന്നതാണ്. ഞാൻ നിൻ്റെ കടം വീട്ടിയിട്ടുണ്ട്, അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് മടങ്ങാവുന്നതാണ്. വകദാ ഇൻ അദിന മുത്ലഖൻ അൻ ഷർത്തി റുജൂഇ. ഓക്കെ, ഇനി റുജൂഇ ഞാൻ നിനക്ക് മടക്കിത്തരാം എന്നുള്ള നിബന്ധനയില്ലാതെ വെറുതെ സമ്മതം നൽകിയാലും ഇങ്ങനെ തന്നെയാണ്. ഇർജഉ ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഈ കടം വീട്ടിയ ആൾക്ക് കടക്കാരൻ്റെ മേൽ ആ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് മടങ്ങാവുന്നതാണ്. ലിൽ ഉർഫി, ഉർഫ് കാരണത്താൽ, അതായത് സാധാരണഗതിയിൽ ഒരാൾ മറ്റൊരാളുടെ കടം വീട്ടുന്നത് അയാളുടെ സമ്മതത്തോടു കൂടെയാണ് എങ്കിൽ അത് തിരിച്ചു നൽകും എന്നുള്ള ഒരു ഉദ്ദേശം അതിനുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെയും അസഹായിട്ടുള്ള അഭിപ്രായം അവന് ആ കടക്കാരൻ്റെ മേൽ മടങ്ങാവുന്നതാണ് എന്നതാണ്. എന്നാൽ ഈ അസഹിൻ്റെ സാനി പറയുന്നത് വസാനി ഖാല ലൈസ മിൻ ലറൂറത്തിൽ അദാഇ അർറുജൂ, ഒരാൾ മറ്റൊരാളുടെ കടം വീട്ടി എന്ന് വെച്ച് അതിൻ്റെ ലറൂറത്തല്ല എന്ത്, ആ കടം ഇനി ഇയാൾ യഥാർത്ഥ കടക്കാരനോട് ചോദിക്കണം എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ പാടില്ല എന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വൽ അസഹു, അസഹായിട്ടുള്ള അഭിപ്രായം അന്ന മുസാലഹത്തഹു അയിൽ മഅ്ദൂനി, ഈ മഅ്ദൂനായിട്ടുള്ള ഒരു ലോമിന് സുൽഹ് നടത്തുന്നത് അല ഗൈരി ജിൻസി ദൈനി, ദൈനിൻ്റെ ജിൻസ് അല്ലാത്ത മറ്റൊന്നിൻ്റെ മേൽ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഉദാഹരണം തന്നെ എടുക്കാം. 100 രൂപയായിരുന്നു സെയ്ദ് ആർക്ക് നൽകാനുണ്ടായിരുന്നത്, ഖാലിദിന് നൽകാനുണ്ടായിരുന്നത്. എന്നാൽ ആ 100 രൂപ എന്നുള്ള ജിൻസും വിട്ട് 50 രൂപയുടെ ഒരു സൗബിൻ്റെ മേലിലാണ് ഈ അംറ് എന്നുള്ള ലോമിനും ശരിക്കുള്ള മുസ്തഹിഖായിട്ടുള്ള ഖാലിദും സുൽഹാകുന്നത്. അങ്ങനെയെങ്കിലും ലാ തംനഉ റുജൂഅ, അവിടെയും ഒരിക്കലും ആ റുജൂഇനെ, ആ മുസാലഹത്ത് തടയുന്നതല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന് വേണ്ടിയിട്ട് അംറിന് എന്ത് ചെയ്യാവുന്നതാണ്, അസീലായിട്ടുള്ള സെയ്ദിനെ സമീപിക്കാവുന്നതാണ്. കാരണം ലി അന്ന മഖ്സൂദൽ ആദിനി, കാരണം ഇങ്ങനെ ലോമിനിക്ക് സമ്മതം നൽകിയ അസീലിൻ്റെ ഉദ്ദേശം എന്താണ്, അയ്യബ്റഅ ദിമ്മത്തുഹു. ഓക്കെ, യുബരി ദിമ്മത്തഹു, ആ ലോമിന് തൻ്റെ ദിമ്മത്തിനെ, തൻ്റെ ഉത്തരവാദിത്വത്തെ മുക്തമാക്കി തരലാണ്. വഖദ് ഫഅല, ഇങ്ങനെയുള്ള ലോമിൻ ആ അംറത് ചെയ്തിട്ടുമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സുൽഹ് നടത്തി എന്ന് വെച്ച് ആ റുജൂഇനെ അത് തടയുന്നതല്ല. എന്നാൽ വസാനി തംനഉ, ഈ അസഹിൻ്റെ സാനി പറയുന്നത്
100 രൂപയ്ക്ക് പകരം മറ്റൊരു സാധനം നൽകിയിട്ട് സുൽഹ് നടത്തിയാൽ അതുകൊണ്ട് തന്നെ ആ റുജൂ തടയപ്പെടും എന്നുള്ളതാണ്. കാരണം ഫഇന്നഹു ഇന്നമാ അദ്ന ഫിൽ അദാഇ, തീർച്ചയായിട്ടും ഇവിടെ അസീലായിട്ടുള്ള വ്യക്തി അദാഇൻ്റെ വിഷയത്തിലാണ് ആർക്ക് സമ്മതം നൽകിയിട്ടുള്ളത്? ലോമിനിക്ക് സമ്മതം നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ അവന് നൽകാനുള്ള 100 രൂപ നീ നൽകിക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൂനൽ മുസാലഹത്തി, എന്തിനു വേണ്ടിയിട്ടല്ല, അതിൻ്റെ മേൽ സുൽഹ് നടത്തണം എന്നുള്ള അർത്ഥത്തിലല്ല. ഏതായാലും വഅല റുജൂഇ, ഇവിടെ അസഹായിട്ടുള്ള റുജൂ ചെയ്യാൻ പറ്റുമെന്നുള്ള അഭിപ്രായ പ്രകാരം യർജു ബിമാ ഗരിമ, അവൻ എന്തുകൊണ്ടാണോ കടക്കാരനായത്, അതായത് നമ്മുടെ ഉദാഹരണത്തിൽ ആ 50 രൂപയുടെ ഡ്രസ്സാണല്ലോ, അതുകൊണ്ട് മാത്രമേ ഇയാൾ മടങ്ങാൻ പാടുള്ളൂ. കല്ലോമിനി, ലോമിനെ പറ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ കടം വീട്ടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ലൊമാൻ ഏറ്റെടുക്കുകയാണ് എങ്കിൽ, ആ ലോമിനിക്ക് ആരുടെ അടുക്കലേക്ക്? അസീലിൻ്റെ അടുക്കലേക്ക് ആ കാശിന് വേണ്ടിയിട്ട് മടങ്ങാമെന്ന്. എന്നാൽ അങ്ങനെ മടങ്ങണമെങ്കിൽ മൂന്നാലൊരു കാര്യം അവിടെ നടന്നിരിക്കണം. ഒന്നുകിൽ നമ്മുടെ ഉദാഹരണത്തിൽ അംറ് ഖാലിദിന് 100 രൂപ നൽകുന്നത് അസീലായിട്ടുള്ള സെയ്ദിനെ കാണിച്ചുകൊണ്ടായിരിക്കണം. ഓക്കെ, അല്ല എങ്കിൽ ഖാലിദ് സമ്മതിക്കണം അംറ് എനിക്ക് കാശ് നൽകിയിട്ടുണ്ട് എന്ന്. അല്ല എങ്കിൽ അംറ് ഈ ഖാലിദിന് കാശ് നൽകുമ്പോൾ മറ്റാളുകളെ അതിനു വേണ്ടിയിട്ട് സാക്ഷി നിർത്തണം. ഓക്കെ, ഇങ്ങനെയുള്ള മൂന്നാമതൊരു കാര്യം നടന്നാൽ മാത്രമേ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അംറിന് ആ 100 രൂപ സെയ്ദിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, സുമ്മ പിന്നീട് ഇന്നമായർജു ലോമിനു വൽ മുഅദ്ദി, ഓക്കെ, ലോമിനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ കടം വീട്ടിയിട്ടുള്ള ഒരു വ്യക്തി മടങ്ങാൻ പറ്റുന്നത് ഇതാ അഷ്ഹദ ബിൽ അദാഇ, അവൻ വീട്ടിയിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ സാക്ഷി നിർത്തിയാലാണ്. അതായത് അംറ് ഖാലിദിന് കാശ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ റജുലൈനി, 2 പുരുഷന്മാരെയോ, ഔ റജുലൻ വംറഅതൈനി, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളെയോ സാക്ഷി നിർത്തിയാലാണ്. ഓക്കെ, വകദാ റജുലുൻ, ഇതുപോലെ തന്നെയാണ് ഒരു പുരുഷനെ സാക്ഷി നിർത്തിയാലും അഷ്ഹദഹു കുല്ലു മിൻഹുമ, ഈ ലോമിന് മുഅദ്ദി എന്നിവർ ഈ ഒരു പുരുഷനെ എന്താക്കി? സാക്ഷിയാക്കി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലിയഹ്ലിഫ മഅഹു, അവനോട് കൂടെ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സത്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയക്ഫി ഫിൽ അസഹി, അപ്പോൾ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അത് മതിയാകുന്നതാണ്. കാരണം ലി അന്ന ദാലിക ഹുജ്ജത്തുൻ, കാരണം ഒരാൾ സാക്ഷി നിൽക്കുക, മറ്റേയാൾ യമീൻ പറയുക, സത്യം ചെയ്യുക എന്നുള്ളതും ഒരു ഹുജ്ജത്തായിട്ട് ഷാഫിഈ മദ്ഹബിൽ പരിഗണിക്കപ്പെടുന്നതാണ്. എന്നാൽ വസാനി യഖൂൽ, ഇവിടെയുള്ള അസഹിൻ്റെ സാനി പറയുന്നത് ഖതിയതറഫഅനി ഇലാ ഹനഫിയ്യിൻ, ചിലപ്പോൾ ഈ 2 പേരും, അതായത് ലോമിനും മുഅദ്ദിയും ഒരു ഹനഫിയായിട്ടുള്ള ഒരു ഇമാമിൻ്റെ അടുക്കലേക്ക് ഈ കേസുകളെ ഉയർത്താനുള്ള സാധ്യതയുണ്ടല്ലോ. എങ്ങനത്തെ ഹനഫിയെ? ലാ യഖ്ലി ബി ഷാഹിദിൻ വ യമീനിൻ, ഒരു ഷാഹിദും ഒരു യമീനും വെച്ചിട്ട് കാര്യങ്ങളെ വിധിക്കാത്ത ഹനഫിയിലേക്ക് ഇവർ കേസ് ഉയർത്താനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒറ്റ പുരുഷനെ കൊണ്ടുവന്നിട്ട് സത്യം ചെയ്യുകയാണെങ്കിൽ അത് പറ്റുകയില്ല എന്നുള്ളതാണ് സാനിക്കാർ പറയുന്നത്. ഏതായാലും ഫഇല്ലം യുഷ്ഹിദ് അയൽ ലോമിനു ബിൽ അദാഇ, ഓക്കെ, അതായത് ലോമിനായിട്ടുള്ള വ്യക്തി ഈ അദാ കൊണ്ട് മറ്റൊരാളെ സാക്ഷി നിർത്തിയിട്ടില്ല എങ്കിൽ വ അൻകറഹു റബ്ബുദ്ദൈനി, ഇങ്ങനെ അദാ നടത്തിയിട്ടുണ്ട് എന്ന് റബ്ബുദ്ദൈനായിട്ടുള്ള, അതായത് ഖാലിദ് നിഷേധിക്കുകയും ചെയ്താൽ ഫലാ റുജൂഅ ലഹു, അങ്ങനെയെങ്കിൽ ഈ ലോമിനിക്ക് അസീലിൻ്റെ അടുക്കലേക്ക് ആ കാശിന് വേണ്ടിയിട്ട് മടങ്ങൽ ജായിസല്ല. ഇൻ അദ്ദാ ഫി ഗൈബത്തിൽ അസീലി, ഓക്കെ, അസീലിൻ്റെ ഗൈബത്തിൽ വെച്ചിട്ടാണ്, അതായത് അസീൽ ഇല്ലാത്ത അവസരത്തിലാണ് ആ ലോമിന് ആ കാശ് വീട്ടിയിട്ടുള്ളത് എങ്കിൽ വകദ്ദബഹു, എന്ന് മാത്രമല്ല ആ അസീല് ആ ലോമിനെ കളവാക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ വകദാ ഇൻ സദ്ദഖഹു ഫിൽ അസഹി, അപ്രകാരം തന്നെയാണ് അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഈ അസീൽ അവനെ സത്യമാക്കുകയാണ് എങ്കിലും, അതായത് സെയ്ദിന് അംറിനെ വിശ്വാസമാണ്, പക്ഷെ അത് ആരംഗീകരിക്കുന്നില്ല? ഖാലിദ് അംഗീകരിക്കുന്നില്ല എങ്കിലും ഈ അംറിന് എന്ത് ചെയ്യാൻ പാടില്ല? ആ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് സെയ്ദിനെ സമീപിക്കാൻ പാടില്ല. കാരണം ലി അന്നഹു ലം യന്തഫി ബി അദാഇഹി, ഈ സെയ്ദ് ഈ അംറിനെ വിശ്വസിക്കുന്നുവെന്നല്ലാതെ അവൻ ആ കാശ് കൊടുത്തുവെന്ന് വെച്ച് സെയ്ദിന് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഉണ്ടായിട്ടില്ല. കാരണം അവൻ ഇനിയും 100 രൂപ നൽകാൻ ഖാലിദിന് ബാക്കിയാണ് എന്നർത്ഥം. ഓക്കെ, എന്നാൽ വസാനി, സാനിക്കാർ പറയുന്നത് യൻദുറു ഇലാ തസ്ദീഖിഹി, ആ അസീൽ അവനെ സത്യമാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മടങ്ങാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി ഫൈൻ സദ്ദഖഹുൽ മദ്മൂനു ലഹു മഅ തക്ദീബിൽ അസീൽ, അസീലിന് അംറിനെ തീരെ വിശ്വാസമില്ല, എന്നാൽ മദ്മൂനു ലഹു ആയിട്ടുള്ള മുസ്തഹിഖായിട്ടുള്ള ഖാലിദ് ആരെ സത്യമാക്കുന്നുണ്ട്?
ഈ അംർ എന്നുള്ള ലോമിനെ സത്യമാക്കുന്നുണ്ട്. അതായത് ഖാലിദ് പറയുന്നത് അംർ എനിക്ക് കാശ് നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആരത് അംഗീകരിക്കുന്നില്ല? സെയ്ദ് അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഔ അദ്ദാബി ഹലറത്തിൽ അസീല്, അല്ലെങ്കിൽ ഈ ലോമിന് ആ കാശ് നൽകിയിട്ടുള്ളത് ഈ അസീലായിട്ടുള്ള സെയ്ദിൻ്റെ ഹലറത്തിൽ വെച്ചിട്ടാണ്. മഅതകദീബിൽ മദ്മൂനി ലഹു, എന്നാൽ മദ്മൂനി ലഹു അങ്ങനെ കാശ് നൽകിയിട്ടില്ല എന്ന് പറയുന്നതോടുകൂടെ അപ്പോൾ ഖാലിദ് പറയുന്നത് എന്താണ്? അംർ എനിക്ക് കാശ് നൽകിയിട്ടില്ല എന്നാണ്. എന്നാൽ അംർ കാശ് നൽകിയിട്ടുള്ളത് അസീലിൻ്റെ സന്നിധാനത്തിൽ വെച്ചിട്ടാണെങ്കിൽ റജഅ അലൽ മദ്ഹബി അയ റാജിഹി മിനൽ വജ്ഹൈനി ഫിൽ മസ്അലതൈനി, ഈ രണ്ട് മസ്അലയിലുമുള്ള രണ്ട് വജ്ഹിൽ നിന്നും റാജിഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അംറിന് ആ കാശിന് വേണ്ടിയിട്ട് സെയ്ദിൻ്റെ അടുക്കലേക്ക് മടങ്ങാവുന്നതാണ്. ലിസുഖൂതി ത്വാലിബി ഫിൽ ഊല, ഒന്നാമത്തെ മസ്അലയിൽ ഇനി മദ്മൂനി ലഹു, ഇനി അത് ആരോട് ചോദിക്കൂല? സെയ്ദിനോട് ചോദിക്കുകയില്ല, ആ തേട്ടം വീണുപോയത് കാരണത്താൽ. കാരണം റബ്ബുദ്ദൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫഇൻ സദ്ദഖുൽ മദ്മൂനി ലഹു എന്ന് പറഞ്ഞല്ലോ. അതായത് ഖാലിദ് ആരെ അംഗീകരിക്കുന്നുണ്ട്? അംർ കാശ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നുള്ളതുപോലെ വഇൽമിൽ അസീലി ബിൽ അദാഇ ഫി സാനിയത്തി, രണ്ടാമത്തെ മസ്അലയിൽ അസീൽ ഈ അംർ അത് വീട്ടിയിട്ടുണ്ട് എന്നുള്ള വിഷയം അറിഞ്ഞിട്ടുണ്ട് എന്നത് കാരണത്താലും, അതായത് അസീലിൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണല്ലോ അംർ ഖാലിദിന് കാശ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അംറിന് ഇനി ആരോട് ചോദിക്കാവുന്നതാണ്? സെയ്ദിനോട് അത് ചോദിക്കാവുന്നതാണ്. എന്നാൽ വസാനി ഫിൽ ഊല, ഒന്നാമത്തെ മസ്അലയിൽ സാനിയായിട്ടുള്ള അഭിപ്രായം പറയുന്നത് യഖൂലു തസ്ദീഖു റബ്ബുദ്ദൈനി, റബ്ബുദ്ദൈന് ആരെ സത്യമാക്കുക എന്നുള്ളത്, അതായത് ഖാലിദ് അംറിനെ സത്യമാക്കുക എന്നുള്ളത് ലൈസ ഹുജ്ജത്തൻ അലൽ അസീലി, അതൊരിക്കലും അസീലിനതൊരു ഹുജ്ജത്താവുകയില്ല. ഓക്കെ, അപ്പോൾ അസീലിനെ സംബന്ധിച്ചിടത്തോളം അവന് ആരെ വിശ്വാസമില്ല? അംറിനെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അംർ ചെന്നിട്ട് കാശ് ചോദിച്ചാൽ അസീലിന് നൽകേണ്ടതില്ല. ഇനി വഫി സാനിയത്തെ, രണ്ടാമത്തെ മസ്അലയിലുള്ള സാനിയായിട്ടുള്ള അഭിപ്രായം പറയുന്നത് യഖൂലു ലം യന്തഫിഉൽ അസീലി ബിൽ അദാഇ, ഈ അസീലിൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അംർ കൊടുത്തിട്ടുള്ളത് എങ്കിലും ഖാലിദ് അത് അംഗീകരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അദാ കൊണ്ട് ആർക്കൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല, അസീലായിട്ടുള്ള സെയ്ദിനൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് റുജൂ ചെയ്യാനുള്ള അവകാശം ലോമനിന് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ്. ലി തർക്കിൽ ഇഷ്ഹാദി, അതിനുള്ള കാരണം എന്താ? അംർ അത് കൊടുക്കുമ്പോൾ മറ്റൊരാളെയും സാക്ഷി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഉജീബ, ഈ ഒരു സാനിക്കുള്ള മറുപടി പറയപ്പെട്ടു ബി അന്നഹുൽ മുഖസ്സിർ ബി തർക്കിൽ ഇഷ്ഹാദി, ഏതായാലും ഈ അസീലിൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെയാണല്ലോ അംർ ഖാലിദിന് കാശ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ഹാദ് നൽകിയിട്ടില്ല, ഇഷ്ഹാദിനെ ഉപേക്ഷിച്ചു എന്നുള്ള വീഴ്ച വരുത്തിയത് ആരു തന്നെയാണ്? ഈ അസീലു തന്നെയാണ്. അതുകൊണ്ട് അതിനൊരിക്കലും അംറിനെ പഴിച്ചാരാൻ പറ്റുകയില്ല എന്നർത്ഥം. ഏതായാലും നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം ലോമിനിൻ്റെ വിഷയത്തിലായിരുന്നു, അല്ലെ, ലൊമാൻ ഏറ്റെടുത്തവൻ്റെ വിഷയത്തിലായിരുന്നു. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖിയാസാക്കപ്പെടുന്നതാണ് അൽ മുഅദ്ദി, മുഅദ്ദിയായിട്ടുള്ള ആൾ, അതായത് മറ്റൊരാളുടെ കടം ഞാൻ വീട്ടുന്നുവെന്ന് പറഞ്ഞ ഒരാൾ വീട്ടിയാലും അവൻ്റെ വിഷയത്തിലും ഈ റുജൂഇൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഫിൽ അഹ്വാലിൽ മദ്കൂറത്ത്, ഈ പറയപ്പെട്ട എല്ലാവിധ സന്ദർഭങ്ങളിലും എന്നർത്ഥം.